ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ആദർശ് വന്ന് ഒളിച്ചൊക്കെ താമസിക്കുന്നുണ്ടല്ലോ. അങ്ങനെ താമസിക്കുമ്പോഴേക്കും ആദർശിനെ കാര്യം പിടികിട്ടുകയാണ് കേട്ടോ. അബിയാണ് ദുബായിലെ ജ്വല്ലറിക്കാരെ സഹായിച്ചതെന്നും ആദർശിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ചോർത്തി കൊടുത്ത് ആദർശിനെ അവിടെ കള്ളക്കേസിൽ കുടുക്കിയതെന്നൊക്കെ ഉള്ള വിവരം. അതുപോലെ ഇവിടെയും ആദർശിൻ്റെ എതിർഭാഗത്ത് നിന്ന് ജ്വല്ലറിക്കാരുടെ കൂടെ കളിക്കുന്നത് അബിയാണെന്ന് ആദർശിന് മനസ്സിലാകാണ്. അപ്പം തന്നെ ആദർശ് വെളിവാകാണ് അബിയെ കുത്തിനും പിടിച്ച് നാലെണ്ണം അങ്ങ് പൊട്ടിക്കുക തന്നെ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ പെരുങ്കള്ള, നീ ആണല്ലേ ഇതിനെല്ലാം പിന്നിലെന്ന് പറയാ. അപ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഈ വിവരം അറിയാണ്. അപ്പോൾ മുത്തശ്ശനും കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം അബിക്കിട്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദുവിനെ അനി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു ഫോൺ ആദ്യം എടുക്കാൻ മടിക്കുക. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവനിപ്പോൾ എന്താണോ വിളിക്കുന്നത്, ഇനിയിപ്പം അനന്തപുരിയിൽ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. കാരണം നയനേച്ചിയുടെ അവസ്ഥ വളരെ മോശമാണല്ലോ. ആദർശമായിട്ട് ജയിലിലും കിടക്കുന്നതാണ്. ഫോൺ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് നന്ദു ഫോൺ എടുക്കുകയാണ് അനിയുടെ. അപ്പോൾ അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, വേദനയൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ലടാ, എങ്ങനെയുണ്ട് നയനേച്ചിയുടെ അവസ്ഥ, ആദർശേൻ്റെ വിവരം അറിഞ്ഞിട്ട് ഇപ്പം നയനേച്ചി എന്താ പറയുന്നത്, നന്നായിട്ട് ചേച്ചി വിഷമിച്ചിരിക്കുകയായിരിക്കും അല്ലേ, ഭക്ഷണം ഒന്നും കഴിക്കുന്നുണ്ടാവില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുക. ഇങ്ങനെ നന്ദു ഭയങ്കര വിഷമിച്ച്. അപ്പം അനി പറയാം, അതെ അത് സത്യമാണ്, നയനേച്ചിക്ക് ഒരു ചെറിയ തലകറക്കം പോലെയൊക്കെ വന്നിരുന്നു എന്ന് പറയാം. അപ്പം അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പേടിച്ച് പോവാ നന്ദു. ഉടനെ ചോദിക്കുക, എടാ എന്താ പറ്റിയ ചേച്ചിക്ക്? പ്രശ്നമൊന്നുമില്ലെന്നേ, ഇതൊക്കെ ടെൻഷനും ഭക്ഷണം കഴിക്കാതിരുന്നതും ഒക്കെ കൊണ്ടായിരിക്കും. ചേച്ചി ഒന്ന് ചെറുതായിട്ട് തലകറങ്ങി വീണു, ഇല്ല വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറുകയും ചെയ്തു, പ്രശ്നമൊന്നുമില്ല, ഹോസ്പിറ്റലൊന്നും പോകേണ്ടതായിട്ട് വന്നിട്ടുമില്ല എന്ന് പറയാം. അപ്പോഴും നന്ദുവിന് ടെൻഷനാണ്. എടാ ചേച്ചിക്ക് എന്തെങ്കിലും ഇങ്ങനൊരവസ്ഥയിരിക്കുമ്പം അവരൊരുപാട് ആഗ്രഹിച്ചതാണ് എന്തെങ്കിലുമൊക്കെ. അപ്പം അനി പറയുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, ഇവിടെയാണെങ്കിൽ വല്യമ്മയും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ചേച്ചിയെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, ചേച്ചിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, പേടിക്കാനൊന്നും ഇല്ലെന്നാണ് എല്ലാവരും പറഞ്ഞതെന്ന് പറയാണ്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എടാ ആദർശേൻ്റെ കാര്യം എന്തായി, ആദർശേട്ടൻ അവിടെ ജയിലിലല്ലേ, പുറത്തിറങ്ങുന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ. അപ്പം അനി പറയണം, അതൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട, ആദർശേട്ടൻ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ആരോ എന്തോ കള്ളക്കേസിൽ കുടുക്കിയതാണ് ആദർശേട്ടനെ, അതുകൊണ്ട് ദുബായ് ജയിലിൽ കിടന്നു പോകാനൊന്നും പോകുന്നില്ല ആദർശേട്ടൻ. നമ്മുടെ ശത്രുക്കളായ ജ്വല്ലറിക്കാരാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയിരിക്കുന്നത്, അവർ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. മുത്തശ്ശന് ദുബായിൽ നല്ല ഹോൾഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പേടിക്കേണ്ട, നാട്ടിലെ പോലെ തന്നെ നല്ല പരിചയസമ്പന്നതയുണ്ട് മുത്തശ്ശന്, ഇപ്പം അധികം അങ്ങോട്ട് പോകാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് ആദർശേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കുന്ന കാര്യമൊക്കെ മുത്തശ്ശൻ ശരിയാക്കിക്കോളും, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. അതിനൊക്കെ ശേഷമാണെങ്കിൽ നന്ദു കനകയും ഗോവിന്ദനോടും പറയാണ് കേട്ടോ, അമ്മേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. അപ്പോൾ കനക ചോദിക്കുക, എന്താ മോളെ? അതെ, നയനേച്ചി ടെൻഷൻ കാരണം ഒന്ന് തല ചുറ്റി വീണു എന്ന് പറഞ്ഞു എന്ന് പറയാം. നിന്നോട് ആരാ ഇത് പറഞ്ഞത്, അനിയാണോ എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, അതെ അനിയ, അവൻ ഫോൺ വിളിച്ചപ്പം അവിടുത്തെ എന്തെങ്കിലും വിവരം പറയാനാന്ന് വെച്ച് ഞാൻ ഫോൺ എടുത്തതാ. അപ്പോൾ ഇതാ പറഞ്ഞത്, ചേച്ചിക്ക് ടെൻഷൻ കാരണമായിരിക്കും ഒന്ന് തല ചുറ്റി വീണു എന്ന് പറഞ്ഞു എന്ന് പറയുമ്പം കനക പറയും, എന്തൊക്കെ കാണണം കേൾക്കണം എന്ന് എനിക്കറിയില്ല, പാവം നയന, അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നപ്പം ഇങ്ങനെ ഓരോ ദുഃഖങ്ങൾ വന്നു ചേരുകയാണല്ലോ, അവതുങ്ങളാണെങ്കിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവർ, എന്നിട്ടും ആദർശനും നയനയ്ക്കും സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്തായി ആദർശൻ്റെ കാര്യം മോളെ, അവൻ ജയിലിലല്ലേ, ഇറങ്ങിയോ, മുത്തശ്ശൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, മൂർത്തി സാറ് എങ്ങനെയെങ്കിലും ആദർശനെ പുറത്തിറക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷേ നയന ഈ അവസ്ഥയിൽ ഇതൊക്കെ താങ്ങണ്ടേന്ന് ചോദിക്കുക. നന്ദുവിന് ഭയങ്കര വിഷമാവുക. നന്ദുവും പറയാം, ശരിയാമേ, നയനേച്ചി ആകെപ്പാടെ ടെൻഷനില്ല, അതുകൊണ്ടല്ലേ ഭക്ഷണം പോലും ശരിക്കും കഴിക്കുന്നില്ലെന്നാണ് അനി പറഞ്ഞത്, എന്തായാലും നിങ്ങൾ അവിടം വരെ ഒന്ന് ചെന്ന് നോക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയണം. അപ്പോൾ കനകയും പറയുന്നുണ്ട് കേട്ടോ, ആ ശരി, ഞങ്ങളൊന്ന് അവിടം വരെ ചെന്ന് നോക്കാം, എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്നൊന്നറിയാലോ, മോളെ ഒന്ന് പോയി കാണാം, ഈ അവസ്ഥയിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നത് മോശമല്ലേ ഗോവിന്ദേട്ടാന്ന് ചോദിക്കുക കനക. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, ശരിയാ, നമ്മളൊന്ന് ചെന്ന് അന്വേഷിക്കേണ്ടതാണ്, കാരണം ആദർശ് ജയിലിലാണ്, അതുപോലെ നയനി ഈ അവസ്ഥയിലും ഇരിക്കല്ലേ, നമുക്ക് അവിടം വരെ പോയി മോളുടെ വിവരമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് പറയാം. അപ്പം കനക പറയാം, അയ്യോ നന്ദുമോൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എങ്ങനെ അവളുടെ കാര്യമൊക്കെ അവൾ മാനേജ് ചെയ്യും, ഇങ്ങനെ വയ്യാതെ ഇരിക്കുകയല്ലേ, അവളെ ഒറ്റയ്ക്കിട്ടിട്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് അമ്മ പ്രശ്നമൊക്കെ ഒന്നും വേണ്ട, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്താ, ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ പോയിട്ട് വരില്ലേ, ഞാൻ അത്രയും സമയം മാനേജ് ചെയ്തോളാന്നേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം.
അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ സൂക്ഷിക്കണം, അന്ന് നിന്നെ ഉപദ്രവിക്കാൻ വന്നവർ ഇനിയും വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ദിവസം ആണെങ്കിലും വീടിൻ്റെ ആരോ കള്ളന്മാർ ചാടിക്കടന്നൊക്കെ നീ മറന്നോന്ന് ചോദിക്കുമ്പം നന്ദു പറയാം, അച്ഛനൊന്നും അത് ഓർത്ത് പേടിക്കണ്ട, എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്, അവരിനി എന്നെ ഇങ്ങോട്ട് വരാനും എന്നെ ഉപദ്രവിക്കാനും ഒന്നും പോകുന്നൊന്നുമില്ല. നിങ്ങൾ നയനേച്ചിയുടെ അടുത്ത് ചെല്ല്, ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നയനേച്ചി ഇപ്പം നല്ല വിഷമത്തിലല്ലേ, ചെന്നൊന്ന് ആശ്വസിപ്പിക്കുക, ഞാൻ അതുവരെ മാനേജ് ചെയ്തോളാം എന്ന് പറയാണ്. അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഒരു ഓട്ടോയിൽ കയറി പോവാണ്. അപ്പോൾ ഇവർ പോകുന്നത് നമ്മുടെ അനി അവിടെ നിന്ന് കാണുകയാണ്. അപ്പോൾ അനി കാണുമ്പോൾ അനിക്ക് മനസ്സിലാകാണ് കേട്ടോ ഇവർ അനന്തപുരിയിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ ഉടനെ തന്നെ അനി ബൈക്ക് എടുത്തിട്ട് വരികയാണ് നന്ദുവിൻ്റെ അടുത്തേക്ക്. ഇവരില്ലാത്ത സമയത്ത് വന്നാൽ കുറച്ച് സമയം സംസാരിക്കാമല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലല്ലോ എന്ന് വെച്ചിട്ട് അനി വരിക. അപ്പോൾ അനി വന്ന് നന്ദുവിൻ്റെ റൂമിലേക്ക് കയറുമ്പോഴേക്കും നന്ദു ചോദിക്കുക, എന്താ അനി ഇത്, നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ, ഇതെന്താ ഇത്, അച്ഛനും അമ്മയൊക്കെ കണ്ടാലെന്താ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന്. അപ്പോൾ അനി പറയും, എന്താ നന്ദു ഇത്, അവർ അനന്തപുരിയിലേക്കല്ലേ പോയത്, ഞാൻ കണ്ടു അവർ പോകുന്നത്, അവർ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു അവസരം വേണ്ടേ, പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ നമ്മൾ കാണാറുണ്ട്, ഇപ്പം നീ വയ്യാതെ ഇവിടെ കിടക്കുന്ന സമയത്ത് എനിക്കൊന്ന് സംസാരിക്കണ്ടേ എന്ന് ചോദിക്കുക. അപ്പോഴും നന്ദു പറയുന്നത് നയനേച്ചിയുടെ കാര്യമാണ്. അപ്പോൾ അനി പറയാം, നയനേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ, അത് ആദർശേട്ടൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി ആദർശേട്ടൻ പുറത്തിറങ്ങും, അത് ഓർത്തൊന്നും നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാണ്. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അത് നവീൻ നിന്നെ വല്ലതും വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുക. ഇല്ല, നവീനേട്ടൻ എന്നെ വിളിച്ചിരുന്നൊന്നുമില്ല, വയ്യാതായപ്പോൾ ഒന്ന് വിളിച്ചിരുന്നു, പിന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ അനി പറയുന്നുണ്ട്, നവീനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക. എന്താ അനി നീ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത്, നവീനേട്ടൻ നല്ല മനുഷ്യനല്ലേ, നല്ല സ്വഭാവമുള്ളൊരു വ്യക്തി, അപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പോൾ നന്ദുവിനോട് അനി ചോദിക്കുക, നിനക്ക് അതുപോലൊരു നല്ല മനുഷ്യനെ വിവാഹം കഴിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നന്ദു പറയുന്നുണ്ട്, അതെ, അതിനെന്താ കുഴപ്പം, നവീനേട്ടനെ പോലെ നല്ലൊരു മനുഷ്യനെ വിവാഹം കഴിക്കണം തന്നെ എൻ്റെ ആഗ്രഹം, കാരണം അതുപോലൊരു പുരുഷനെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളുടെ ജീവിതം നല്ല രീതിയിൽ അങ്ങ് പോയിക്കോളും എന്ന് പറയുമ്പോഴും അനിയുടെ ഉള്ളിൽ അങ്ങ് ടെൻഷനാണ്. നവീനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രധാനമായിട്ടും അനി നന്ദുവിനെ വന്നിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും പറയും, അനി അനന്തപുരിയിലെ കാര്യമൊക്കെ ഓർത്തിട്ട് എനിക്ക് വിഷമാവുക, നീ നയനേച്ചിയുടെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യണേ, ഞാൻ ഇങ്ങനൊരവസ്ഥയിലായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ എത്തിയേനെ, ആ AN ഗ്രൂപ്പിനെ സഹായിക്കുന്നവരാരാണ്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അനി പറയാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ ആരും ആയിരിക്കുകയല്ല, ആ അഭി തന്നെയായിരിക്കും, അവനെ അങ്ങനെ ചെയ്യുള്ളൂ, അവനല്ലേ കുടുംബം മുടിപ്പിക്കാനായിട്ട് ഉണ്ടായിരിക്കുന്നത്, നാട്ടിൽ ഈ ചതിയെല്ലാം ചെയ്തു, ഇനി ദുബായിലും ആദർശേട്ടനെ കൊടുക്കാൻ അവൻ തന്നെ കണി ഒരുക്കി വെക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ, പുറത്തുള്ള ശത്രുവിനേക്കാളും നമ്മൾ പേടിക്കേണ്ടത് അകത്തുള്ള ശത്രുവിനെ തന്നെയല്ലേ, അഭിയെ തന്നെയാണ് എനിക്ക് സംശയം എന്ന് പറയണം. അവൻ തന്നെയാവും, അവനാ ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല, ആദർശേട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവനിപ്പോൾ സന്തോഷം കൂടിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇനി നീ പൊയ്ക്കോ, അമ്മയും അച്ഛനും ഇപ്പം തന്നെ തിരിച്ചു വരും, അതിനു മുമ്പ് നീ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞ് അനിയെ പറഞ്ഞു വിടുകയാണ്. അതേസമയം അവിടെയാണെങ്കിൽ കനകയും ഗോവിന്ദനും അനന്തപുരിയിൽ ചെല്ലുമ്പം മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട് ആദർശിൻ്റെ കാര്യമൊക്കെ എന്ന് ഗോവിന്ദൻ ചോദിക്കുക. മൂർത്തി സാറേ, ആദർശിനെ പുറത്തിറക്കാൻ എന്താ ഒരു മാർഗം എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്കവിടെ നല്ല പിടിപാടുണ്ട്, ഇതിപ്പോൾ ആദർശിനെ ആരോ ഒരാൾ ചതിച്ചതാണ്, അങ്ങനെ ആദർശൊന്ന് ജയിലിലായി, അത് ആദർശിനെ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, അധികം താമസിക്കാതെ തന്നെ ആദർശ് പുറത്തേക്ക് ഇറങ്ങുകയും വരികയും ഒക്കെ ചെയ്യും, അതോർത്ത് കനകയും ഗോവിന്ദനും വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാം. അപ്പം കനക പറയുക, നയനയുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്, മോളിപ്പോൾ നല്ല ടെൻഷനില്ല, അതും ഇങ്ങനൊരവസ്ഥയിൽ എൻ്റെ മോൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ലമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആദർശൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങളാരും പേടിക്കൊന്നും വേണ്ടാന്ന് പറയുമ്പം കനക ഒരുപാട് ഉപദേശിക്കുകയാണ് നയനയെ, മോളെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ഇങ്ങനൊരവസ്ഥയിൽ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ, ആദർശനൊന്നും സംഭവിക്കില്ല, മൂർത്തി സാറ് പറഞ്ഞത് നീ കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നയനെ ഒരുപാട് ആശ്വസിപ്പിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരണ്ടായിരുന്നു, അവിടെ നന്ദു തനിച്ചല്ലേ ഉള്ളൂ, അവളാണെങ്കിൽ വയ്യാതെ കിടക്കല്ലേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണേ കൂടി നന്ദുവിനെ കൊണ്ട് പറ്റുമോ തനിച്ച്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പൊയ്ക്കോളാൻ പറയണം. അപ്പം കനകയും പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്, ഞങ്ങൾ പെട്ടെന്ന് പോവാണ്, പക്ഷെ മോളുടെ വിവരം അറിഞ്ഞപ്പം വരാതിരിക്കാൻ പറ്റിയില്ലെന്ന് പറയാണ്. അങ്ങനെ കനകയും ഗോവിന്ദനും പോകാൻ പോവാം. അപ്പം നവി അവിടെയുണ്ട്.
നവ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കനക. എന്നിട്ട് നവ്യയുടെ കുഞ്ഞിനെയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നവ്യയ്ക്കങ്ങ് നല്ല ദേഷ്യമൊക്കെയാണ്. അപ്പം നവ്യയോട് പറയുന്നുണ്ട്, നവ്യെ നീ നയനയുടെ കാര്യം ശ്രദ്ധിക്കണം, സമയം കിട്ടുമ്പോഴൊക്കെ അവളെ കുത്തി നോവിക്കാതിരിക്കണം എന്ന് പറയാം. അപ്പം നവ്യ പറയും, ഞാനെന്തിനാ അവളുടെ കാര്യം ശ്രദ്ധിക്കുന്നത്? അവളുടെ കാര്യം ശ്രദ്ധിക്കാനേ അവളുടെ അമ്മായിയമ്മയും മറ്റുള്ളവരും എല്ലാം ഉണ്ട് ഈ വീട്ടിൽ. എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യം ശ്രദ്ധിക്കാനാ വേറെ ആരും ഇല്ലാത്തത്. എനിക്കിപ്പോൾ അവളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ഭർത്താവ് ഉണ്ടാക്കി വെച്ചത് തന്നെയാണ്. ആ ആദർശ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്, അതെല്ലാം അവളങ്ങ് താങ്ങി നടന്നു. ഇപ്പം അതിനുള്ള ഫലം അവന് ദുബായിൽ കിട്ടി. ഇവിടെ അബി ജയിലിൽ കിടന്നപ്പോഴേ കണ്ടു നിന്ന് ചിരിക്കുകയായിരുന്നു എല്ലാവരും. ഞാൻ ഈ പറഞ്ഞവരുടെ എല്ലാം അടുത്ത് ചെന്ന് കാല് പിടിച്ചത് അബിയെ ജയിലിൽ നിന്ന് ഇറക്കാൻ. ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇപ്പം അതേ അവസ്ഥ തന്നെ ആദർശന് വന്നില്ലേ? കുറച്ച് നാൾ അവിടെ കിടക്കട്ടേന്നേ. അതിൻ്റെ പേരിൽ അവൾ വിഷമിക്കുകയോ അവളുടെ വയറ്റിലെ കുഞ്ഞു പോവോ എന്ത് വെച്ച് ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ ഒറ്റ അടി കൊടുക്കുക കനക. എന്താടി നീ പറഞ്ഞത്? നയനയുടെ വയറ്റിലുള്ള കുഞ്ഞു പോയാലും നിനക്കൊരു പ്രശ്നമില്ലെന്നോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു നവ്യെ? നിന്റെ കൂടപ്പറപ്പല്ലേ അവളെ ഇങ്ങനെയൊക്കെ കാണാൻ നിനക്ക് പറ്റുന്നുണ്ടോ? നവ്യെ നീ ഇപ്പം ഈ അഹങ്കരിക്കുന്നതിനൊക്കെ ഇനിയും കരയേണ്ടി വരുമെന്ന് പറയുക. അപ്പം നവ്യ പറയാ, പറഞ്ഞോ എല്ലാവർക്കും ആദർശ ജയിലിലായതിൻ്റെയും തെറ്റ് ചെയ്തതിൻ്റെയും കുറ്റം എൻ്റെയും അബിയുടെയൊക്കെ നെഞ്ചത്തോട്ടാണ് കയറുന്നത്. ഇപ്പം അബിയെയും എൻ്റെ അമ്മായിയമ്മയൊക്കെ ഇവിടുത്തെ വേലക്കാരെ പോലെ കണ്ടാ ആ ദേവയാനി എന്ന് പറയുന്നവർ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അവരുടെ മകൻ ചെയ്ത തെറ്റിന് അവൻ അവിടെ ജയിലിൽ കിടക്കുന്നതിന് ഞങ്ങളൊക്കെ അനുഭവിച്ചോളാൻ. ഇപ്പം നിങ്ങൾ അച്ഛനും അമ്മയും അല്ലെങ്കിലും നന്ദുവിനോടും നയനിയോടും ആണല്ലോ നിങ്ങൾക്ക് താല്പര്യം. ഞാനെന്നും നിങ്ങളുടെ അനുസരണയില്ലാത്ത മോള് തന്നെയാണല്ലോ. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. തെറ്റ് കണ്ട ഈ നവ്യെ വിളിച്ചങ്ങ് പറയും. അതിനിപ്പോൾ ആർക്ക് വിഷമം ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം. അപ്പം കനക പറയുന്നുണ്ട്, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് എത്ര അനുഭവം കിട്ടിയാലും നീ പഠിക്കില്ല. ഇനിയും വലുതൊക്കെ നിനക്ക് ഇരിപ്പുണ്ട് നവ്യ എന്ന് പറയാം. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, കനക നീ ഇങ്ങോട്ട് വാ, ഇനി അവളോട് സംസാരിച്ച് നിൽക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. നന്ദു അവിടെ തനിച്ചല്ലേ ഉള്ളൂ എന്ന് പറയാം. അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ തിരിച്ച് വീട്ടിലെത്തുകയാണ്. അപ്പോഴും നന്ദു വിവരങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജലജയും അബിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എടാ നമ്മളെ ഇവിടെ ഇട്ട് ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം അവൻ അവിടെ ദുബായ് ജയിലിൽ കിടന്ന് അനുഭവിക്കണം. പെട്ടെന്നൊന്നും അവൻ ഇറങ്ങരുതെന്ന് പറയണം. അപ്പോൾ അബിയും പറയുന്നുണ്ട്, അതെ ഇപ്പം അതെ വല്യമ്മ അമ്മയെ എന്നെയൊക്കെ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യിപ്പിച്ച് വേലക്കാരനെ പോലെ നിർത്തുന്നില്ലേ? നിർത്തട്ടെ, മുൾമുനയിൽ നിർത്തട്ടെ. പക്ഷെ അവരുടെ മോൻ പെട്ടെന്നെങ്ങും ഇങ്ങോട്ട് വരില്ല. അപ്പം ഈ ചൂടൊക്കെ അങ്ങ് കെട്ടടങ്ങിക്കോളൂ എന്ന് പറയാം. അപ്പം ജലജയും പറയാം, ശരിയാ അവിടെ അവൻ കിടക്കണം എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ടാവുന്നേ. ഈ കേസിൽ നിന്ന് ഇറങ്ങിയാലും അടുത്ത എന്തെങ്കിലും ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അവനെ കൊടുക്കാനുള്ള വഴി എന്തെങ്കിലും ഞാൻ നോക്കും. അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ജലജയ്ക്കും അങ്ങ് മുഖം തെളിയാണ്. രണ്ടുപേരും കൂടെ അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ദേവയാനി നയനെ ആകെ വിഷമിച്ചിരിക്കുക. അങ്ങനെ വൈകിട്ട് രാത്രിയായിട്ടും നയനയ്ക്ക് ഉറക്കമൊന്നും വരാതെ നയന ഇങ്ങനെ കട്ടിൽ കിടന്ന് കരയാണ്. അപ്പോൾ ദേവയാനി നയനയുടെ റൂമിലേക്ക് ചെല്ലുക. എന്നിട്ട് ചോദിക്കുക, നയന മോളെ നീ ഉറങ്ങിയില്ലേ ഇതുവരെ? ഭക്ഷണവും കഴിച്ചില്ലല്ലോ എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ടമ്മേ എനിക്കൊന്നും വേണ്ട, ഭക്ഷണം ഒന്നും വേണ്ട, വിശപ്പില്ല. ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം മനസ്സിലേക്ക് വരികയാണ്. ആദർശേട്ടൻ ഇപ്പോൾ എവിടെയായിരിക്കും, ദുബായിൽ ജയിലിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ആകുലപ്പെടുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോളെ നീ അത് ഓർത്ത് വിഷമിക്കേണ്ട, മുത്തച്ഛൻ പറഞ്ഞില്ലേ 2 ദിവസത്തിനുള്ളിൽ തന്നെ ആദർശ് പുറത്തിറങ്ങും, ഇങ്ങോട്ട് വരുമെന്ന്. എന്നാലും വന്നാലേ എനിക്ക് സമാധാനമുള്ളൂ എന്ന് നയന പറയാം. ദേവയാനി പറയുന്നുണ്ട്, മോള് കിടന്നുറങ്ങ്. ഈ സമയത്ത് ഇങ്ങനെ ഉറക്കമില്ലാതിരുന്നാൽ അത് കുഞ്ഞിന് ദോഷം ചെയ്യും. അതുകൊണ്ട് മോള് കിടന്ന് ഉറങ്ങാൻ പറയുമ്പോൾ ഇല്ലമ്മേ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയാണ്. നമുക്ക് പുറത്തിറങ്ങി കുറച്ച് സമയം ഇരിക്കാമെന്ന് ദേവയാനിയോട് നയന പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ശരിയാ മോളെ എല്ലാവരും ഉറങ്ങി, ബാ നമുക്ക് പുറത്ത് പോയി കുറച്ച് സമയം കാറ്റുകൊണ്ടിരിക്കാം, അതിനുശേഷം കയറി കിടന്ന് ഉറങ്ങണം മോളെന്ന് പറയണം. അങ്ങനെ നയനയും ദേവയാനിയും കൂടെ വന്ന് വെളിയിൽ സിറ്റ് ഔട്ടിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം മറ്റുള്ളവരെല്ലാവരും ഉറങ്ങിയ സമയമാണ്. അങ്ങനെ അവർ ആദർശിൻ്റെ കാര്യങ്ങളും അന്തുവിൻ്റെ കാര്യവും അനിയുടെ കാര്യവും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാറ് വന്ന് നിൽക്കുമ്പോൾ ഇവർ അത്ഭുതത്തോടെ നോക്കുകയാണ്, ഇതാരാണ് ഇപ്പോൾ ഈ പാതിരാത്രിയിൽ കാറിൽ വന്നിരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്ന് ആദർശ് ഇറങ്ങി വരും. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സ്വപ്നമാണോ എന്ന് പോലും ഇവർക്ക് തോന്നിപ്പോവാണ് കേട്ടോ. കാരണം ആദർശ് ആ സമയം വരുമെന്ന് ഇവരാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ജയിലിൽ കിടക്കുകയാണെന്ന്. അപ്പോൾ ദേവയാനിയോട് നയന പറയാം, അമ്മേ ആദർശേട്ടൻ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. ഓടി ആദർശിൻ്റെ അടുത്ത് ചെന്ന് ആദർശിനെ നയനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ദേവയാനി അങ്ങോട്ട് ചെന്ന് ആദർശിനെ കെട്ടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ്. മോനെ ആദർശെ നീ എത്തിയോ? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ,
എപ്പോഴും ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയായിരുന്നു. നയനമോള് ഒരുപാട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഒക്കെ ഇരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കാതെയാണ് അവൾ ഇരുന്നത്. എന്നാലും എൻ്റെ പൊന്നു മോനെ നീ എത്തിയല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പം നയനയും പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ ഇനിയിപ്പോൾ എനിക്ക് ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, ആദർശേട്ടൻ വന്നല്ലോ, എന്നാ ആദർശേട്ടൻ വരും, അവിടെ എന്തെല്ലാം സംഭവിക്കും എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാനോ പോലും പറ്റുന്നില്ലായിരുന്നു എന്ന് പറയണം. അപ്പം ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ തിരിച്ചെത്തിയില്ലേ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അത് എന്നിട്ട് മോനെ നീ ഒന്നും അറിയിച്ചില്ലല്ലോ, ആരും ഒന്നും പറഞ്ഞു പോലുമില്ല നീ അവിടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന്. നീ ഇപ്പോഴും ജയിലിലാണെന്നാണല്ലോ ഇവിടെ എല്ലാവരും പറഞ്ഞത്, എന്താ ആദർശം നീ പറയാതിരുന്നേന്ന് പറയാ. അപ്പോൾ നയന് പറയുമ്പോൾ ആദർശ് പറയാം, അത് തൽക്കാലം ഞാൻ മറച്ചു വെച്ചെന്നേ ഉള്ളൂ, മുത്തച്ഛൻ അവിടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു, ഞാനൊരു ചതിയിൽ പെട്ടതാ, അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പിന്നീട് പറയാം. ആരാണ് ഇവിടെ, ആരോ അവരെ സഹായിച്ചിട്ടുണ്ട്, അതും ആരാണെന്ന് നമുക്ക് കണ്ടെത്തണം, അതൊക്കെ നമുക്ക് പിന്നെ പറയാം, ഇപ്പം എനിക്ക് മുറിയിൽ വന്നിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങണം എന്ന് പറയാണ്. അങ്ങനെ റൂമിലേക്ക് പോകും. അപ്പോൾ ദേവയാനിയും നയനയും കൂടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, ആരും അറിയുന്നില്ല ഇതൊന്നും. എന്നിട്ട് റൂമിൽ പോയിരിക്കുമ്പോൾ ആദർശനെ വന്നെന്ന് എല്ലാവരോടും പറയട്ടെ എന്ന് നയന ചോദിക്കുക, മുത്തശ്ശനോടും അച്ഛനോടും എല്ലാവരോടും പറയട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയുന്നുണ്ട്, വേണ്ട, ഇപ്പം ഇതൊന്നും ആരോടും പറയണ്ട, നീയും അമ്മയും ഈ വിവരം അറിഞ്ഞു, അത് മതി, മുത്തശ്ശനും അറിയാൻ കാര്യങ്ങൾ, മറ്റാരും ഈ വിവരം ഇപ്പം തൽക്കാലം അറിയണ്ട, ഞാനിവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെ മതി, എല്ലാവരുടെയും മനസ്സിലിരിപ്പോൾ ഒന്ന് അറിയണമെങ്കിൽ 2 ദിവസം ഞാനിങ്ങനെ ഒളിച്ചിരിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ് റൂമിൽ തന്നെ ഒളിച്ചിരിക്കാൻ തീരുമാനിക്കുക. അതേസമയം റൂമിൽ ആദർശ് ഇരിക്കുന്ന സമയത്ത് നവ്യ അവിടെ വരുന്നുണ്ട്. നവ്യ വന്നിട്ട് ആദർശിനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുകയാണ്. നയനയോട് പറയുന്നുണ്ട്, അമ്മ ഇന്നലെ വന്നപ്പം എൻ്റെ കറണ തളിച്ചിട്ടാണ് പോയത്, നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞു പോകുമെന്ന് പറഞ്ഞതിനത് എന്ന് പറയണം. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചി ഇനിയും ഈ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ട് വരണ്ട, ഇതൊക്കെ വിട്ട കാര്യമല്ലേ എന്ന് പറയാം. ഞാൻ വിട്ടിട്ടൊന്നുമില്ല, എൻ്റെ കരണത്ത് കിട്ടിയ അടി ഞാൻ മറന്നിട്ടൊന്നുമില്ല, പിന്നെ നിൻ്റെ ഭർത്താവ് ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അനുഭവം അത് തന്നെയാണെന്ന് നീ വിചാരിച്ചാൽ മതി. ഇവിടെ ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്തു കൂട്ടിയപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷേ അവിടെ ദുബായ് ജയിലിൽ ചെന്ന് കഴിയുമ്പോഴേ അത് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ശരി ആയിക്കോട്ടെ ചേച്ചി എന്നും ഇത് തന്നെ പറയേണ്ടി വന്നാൽ മതി, ചേച്ചിക്ക് ഒരിക്കലും മാറ്റി പറയാൻ ഇടവരാതെ ഇരിക്കട്ടെ, അബി അങ്ങനെ വിശ്വസിക്കരുത് ചേച്ചി, അബി ചേച്ചിയെ ചതിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നവ്യ അത് തള്ളി പറയാണ് കേട്ടോ, ഒരിക്കലും അബി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ നവ്യ പറയാം. ഇതൊക്കെ നമ്മുടെ ആദർശ് അവിടെ നിന്ന് കേൾക്കുകയാണ്. ആദർശിനെ എല്ലാവരും കുറ്റം പറയുന്നതും അബിയും ജലജയും കൂടി ഓരോന്ന് പ്ലാൻ ഇടുന്നതും ഇതെല്ലാം ആദർശിന് മനസ്സിലാകാണ്. ആദർശ് വന്നില്ല എന്നുള്ള സന്തോഷത്തിൽ അബിയും ജലജയും കൂടെ സംസാരിക്കുന്നത് ആദർശ് കേൾക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൻ വരില്ല, ഉടനെയൊന്നും വരില്ല, അവൻ എന്തായാലും അവിടെ ദുബായ് ജയിലിൽ തന്നെ കിടക്കുമെന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുകയാണ് കേട്ടോ ആദർശ്. എന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, എടാ അവൻ അവിടുത്തെ കേസ് വിട്ട് മുത്തശ്ശനെങ്ങാനും അവനെ പുറത്തിറക്കിയാലോ? അപ്പോൾ അബി പറയും, എവിടെ നിന്ന് പുറത്തിറക്കാനാമേ, പുറത്തിറക്കിയാലേ ഈ ജുവലിക്കറിക്കാർ അവിടെ വേറെ കേസുണ്ടാക്കി അവനെ അകത്തിടും. എൻ്റെ സുഹൃത്താ ജ്വല്ലറിയിലെ ആൾ, അങ്ങനെ ജ്വല്ലറിക്കാർ എല്ലാം കൂട്ടും അവിടെ മൂർത്തീസ് ജ്വല്ലറിയെ പൂട്ടും. ആ കൂടെ ആദർശം വർഷങ്ങളോളം ദുബായിലെ ജയിലിൽ കിടക്കും, ചിലപ്പോൾ അവൻ അവിടെ കിടന്നങ്ങ് ഒടുങ്ങിപ്പോവും എന്നൊക്കെ അബി പറയാണ്. അപ്പോൾ ജലജയ്ക്ക് അങ്ങ് സന്തോഷമാവാണ്. അങ്ങനെ തന്നെ വേണടാ, അവിടെ ജ്വല്ലറി കയറി വരണം. ഇപ്പം ഇവിടെ മൂർത്തീസ് ജ്വല്ലറിയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ 1ാം സ്ഥാനത്ത് നിന്ന് 2, 3, 4 സ്ഥാനത്തേക്കൊക്കെ മൂർത്തീസ് ജ്വല്ലറി പോകണം, ജ്വല്ലറി 1ാം സ്ഥാനത്ത് വരണം എന്ന് പറയാണ്. അപ്പോൾ അബിയും പറയാം, ശരിയാ, അങ്ങനെ വന്നിട്ട് വേണം എനിക്ക് ഇവിടുന്ന് തന്നെ തഴഞ്ഞ് ഞാൻ അവിടെ ജ്വല്ലറിയിൽ എനിക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ പതനം കണ്ടതിന് ശേഷം ജ്വല്ലറിയിലേക്ക് നേതൃത്വം ഏറ്റെടുക്കും ഞാൻ എന്ന് പറയാണ്. അവിടെ ഒരു ജ്വല്ലറിയുടെ ചാർജ് അവരെന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ അബി ജയിച്ച് കയറും, അപ്പോഴേക്കും മൂർത്തീസ് ജ്വല്ലറി ഇവിടെ തകർന്ന് തരിപ്പണമാകും എന്നൊക്കെ അബിയും ജലജയും കൂടെ നിന്ന് ഗിർവാണം അടിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ആദർശം മറിഞ്ഞെന്ന് കേൾക്കുകയാണ്. അപ്പോൾ ആദർശന് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ്, അബിയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിലും മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ ആദർശേട്ടൻ വന്നില്ലല്ലോ ഇതുവരെ, എന്തായി മുത്തശ്ശ എന്ന് പറയും. മുത്തശ്ശൻ പറയും, ഒന്നും പേടിക്കൊന്നും വേണ്ട, ആദർശിന് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയാണ്. മുത്തശ്ശനും ഇത് പുറത്ത് പറയാനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ അനി പറയും മുത്തശ്ശനോട്, മുത്തശ്ശ അവിടെ ജ്വല്ലറിക്കാർ കള്ളക്കേസ് ഉണ്ടാക്കി ആദർശനെ പൂട്ടിയിരിക്കുകയല്ലേ, അതിന് ഒരു കാരണക്കാരുണ്ടാവുമല്ലോ, എനിക്കിവിടെ ഒരാളെ അതിന് സംശയമുണ്ടെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരെയാ സംശയം എന്ന് ചോദിക്കുമ്പോൾ പറയാം, അത് അബി അല്ലാതെ വേറെ ആരെയല്ല, അബി തന്നെ അത് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊരു സംശയമല്ലല്ലോ, അത് സത്യമായ കാര്യമാണ്. ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യണമെങ്കിൽ, കുടുംബത്തിലുള്ളവരെ തകർക്കണമെങ്കിൽ അത് അബിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും, ചുമക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അവൻ്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ ഉള്ളതല്ലേ,
അവരെ ഇറക്കി വിടാൻ പറ്റില്ല ഈ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് മാത്രമാണ് അഭിയും ജലജയും ഈ വീട്ടിൽ ഇങ്ങനെ സഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അനി പറയും, എന്തിനിങ്ങനെ സഹിക്കണം? അവൻ ഓരോരുത്തരെയായിട്ട് തകർത്തോണ്ടേ ഇരിക്കുകയല്ലേ. ഇപ്പം ആദർശനോട് ഈ ദ്രോഹം ചെയ്തിരിക്കുന്ന അവനല്ലേ. മുത്തശ്ശൻ ഇനിയും എന്തിനും ഇവനെ താങ്ങണം എന്നൊക്കെ ചോദിക്കുമ്പം അനിയോട് പറയുന്നുണ്ട്, അതൊക്കെ വേണം, ആവശ്യമാണ്, അതുകൊണ്ടാണ് നവ്യയും കുഞ്ഞിനെയും ഓർത്തിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്നൊക്കെ മുത്തശ്ശനും അങ്ങ് പറയാണ് കേട്ടോ. അങ്ങനെ ആദർശിനെ പിടികിട്ടുവാണ് അഭിയാണ് ചെയ്തതെന്ന്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നേരിട്ട് ചെന്ന് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭി നയനയോട് പറയാണ്, ഈ ചതിയുടെയൊക്കെ പുറകിൽ ആരാണെന്നറിയാവോ? അഭിയാണെന്ന് പറയുക. അപ്പം നയന പറയാം, അവൻ അതിനൊക്കെ കൂട്ടു നിൽക്കും. ചേച്ചിയെ ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ പക്ഷത്തേക്ക് ആക്കിയിരിക്കുകയാണ്. ചേച്ചിയെ കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വഴക്കുണ്ടാക്കി കളിക്കുന്നത്. എന്നെ മനപ്രയാസപ്പെടുത്താൻ വേണ്ടി ചേച്ചിയാണ് അവൻ കരുവാക്കിയിരിക്കുന്നതെന്നൊക്കെ പറയാണ്. അപ്പം ആദർശ് പറയുന്നുണ്ട്, അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, അവനാണിത് ചെയ്തതെന്നുള്ള കാര്യം അറിയണമെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ആദർശ് ചെല്ലുകയാണ് മുത്തശ്ശനോട് സംസാരിക്കുക. അപ്പോൾ മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മുത്തശ്ശിയുണ്ട് കൂടെ. അപ്പോൾ മുത്തശ്ശിയെ അത്ഭുതപ്പെട്ട് പറയാണ് മുത്തശ്ശിയെ, ആഹാ ആദർശ് മോൻ എത്തിയോ എന്ന് ചോദിക്കും. മുത്തശ്ശൻ പറയാം, തന്നോട് ഞാൻ പറയാതിരുന്ന, അവൻ 2 ദിവസമായി ഇവിടെ വന്നിട്ട് എന്ന് പറയുകയാണ്. ഇങ്ങനെ അവനെ അവിടെ കുടുക്കിയതാണ്. അത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം ഇത് പുറത്ത് പറയാതിരുന്നത് എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് മറ്റാരുമല്ല, അഭി തന്നെയാണ്. അവൻ്റെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു അവനും അവൻ്റെ അമ്മയും കൂടി പറയുന്നത്. ഏൻ ജ്വല്ലറിക്കാർക്ക് വേണ്ട ഒത്താശ മുഴുവൻ ചെയ്തു കൊടുക്കുന്ന അവനാണ്. ഈ വീട്ടിലുള്ള എന്നെ ചതിച്ചതും അവനാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന സമയവും പോകുന്ന സമയവും മുഴുവൻ വിളിച്ച് അവരെ അറിയിച്ചതും ആ സന്തോഷ വിവരം ഇവിടെ സന്തോഷത്തോടെ ആസ്വദിച്ചതും ഒക്കെ അവൻ തന്നെയാണെന്ന് പറയാം. മുത്തശ്ശൻ പറയുന്നുണ്ട്, എങ്കിൽ അവനോടൊന്ന് ചോദിച്ചിട്ടുള്ളൂ, മറ്റാരും അറിഞ്ഞില്ലെങ്കിലും അവന് 2 എണ്ണം കൊടുക്കണമെന്ന് പറയാം. നീ വാ ആദർശം എന്ന് പറഞ്ഞ മുത്തശ്ശൻ കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ ആദർശും നയനിയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ചെല്ലും അഭിയുടെ റൂമിലേക്ക്. എന്നിട്ട് വാതിൽ അങ്ങോട്ട് അടയ്ക്കുകയാണ്. അപ്പോൾ ആദർശിനെ കണ്ട് ഞെട്ടി കണ്ണുകളി നിൽക്കുകയാണ് കേട്ടോ അഭി. അന്തം വിട്ട് മിണ്ടാൻ പോലും വരാൻ നിൽക്കുക. അന്നേരം ചോദിക്കുക, എന്താണോ നോക്കുന്നേ, നീ എന്താ എന്നെ കണ്ടിട്ടില്ല എന്ന് ചോദിക്കുക ആദർശ്. അപ്പോൾ അഭി പറയാം, നീ എപ്പോൾ പുറത്തിറങ്ങി, നീ എപ്പോൾ ഇറങ്ങി എന്ന് ചോദിക്കുക. അതെപ്പോഴെങ്കിലും ഇറങ്ങിക്കോട്ടെ, നീ എന്താ ഓർത്തത് ഞാൻ ദുബായ് ജയിലിൽ കിടന്ന് അങ്ങ് ഒടുങ്ങിപ്പോകുന്നോ? അതൊക്കെ നിൻ്റെ വെറും സ്വപ്നമാണ്. നീയല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ, നീയല്ലേ ഏൻ ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. നിനക്ക് എന്നിട്ട് ഏൻ ജ്വല്ലറിയുടെ MD ആവണം അല്ലേ? ഇപ്പം ആക്കി തരാമെന്ന് പറഞ്ഞ് പട്ടക്കം പൊട്ടുന്ന പോലെ 2-3 എണ്ണം ആദർശ് കൊടുക്കുക കുത്തിന് പിടിച്ച്. മുത്തശ്ശനും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. നിനക്കൊരു ധാരണയുണ്ട് എന്നെ ഒതുക്കാമെന്ന്, അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ ഈ ജന്മത്തിലെന്ന് ആദർശ് വെല്ലുവിളിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്